കള്ളൻ എനിക്ക് കൂട്ട് പിടിക്കണം. ഉണ്ണിക്കണ്ണാവാ പൊതിപ്പണ്ണാറ പഴയ വെട്ടി വീഴുകടി മരണ്ടാവൂല ക്യാമറ കാണിക്കണം. നമ്മുടെ ഇന്നത്തെ നേട്ടം. ഇറിറ്റേഷൻ മോഡ് തുടങ്ങിയിട്ടുണ്ട് മമ്മിയുടെ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ആക്ച്വലി ന്യൂ അല്ല, കാണാൻ പോണത് നിങ്ങൾ കുറച്ച് ചിന്ന ഓൾഡ് ആയിരിക്കും. ബിക്കോസ് ഏപ്രിൽ മന്ത് വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോണത്. ആൻഡ് ഐ എം റിയലി സോറി ഗൈസ്. ഏപ്രിൽ മന്തിൻ്റെ ആ ഒരു സമയത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ വീട് സെറ്റ് ചെയ്യേണ്ട ഇടയ്ക്ക് എൻ്റെ മെമ്മറി കാർഡ്സ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ആയി പോയത് കൊണ്ട് എനിക്ക് വ്ലോഗ് ഇടാൻ പറ്റാത്തതായി. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കാരണം? ആക്ച്വലി സത്യമാണ് കേട്ടോ, എൻ്റെ ഒരു 4 to 5 മെമ്മറി കാർഡ്സ് ഉണ്ട്. അതൊരു പൗച്ചിലാണ് ഞാൻ എപ്പോഴും ഇട്ട് വെക്കാറ്. പക്ഷേ ആ ഒരു തിരക്കിൽ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ആയി പോയി. സാരില്ല, ഇപ്പം എനിക്ക് കിട്ടിയല്ലോ, വ്ലോഗൊക്കെ എഡിറ്റ് ആക്കിയല്ലോ, ഇതിനൊക്കെ കാണാമല്ലോ. ഐ പ്രോമിസ്, റിയലി ഉറപ്പായിട്ട് പ്രോമിസ് ചെയ്യണം, വിതിൻ 2 weeks എല്ലാ വ്ലോഗ്സും ഞാൻ ഇതിന് മുന്നേ ഉള്ളത് ഇട്ട് ഞാൻ തീർത്തിരിക്കും. ഓക്കെ, ഹാപ്പി. എന്തായാലും ഞാൻ പാലിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ പോയി വ്ലോഗ് കാണും. ഞാൻ ഇവിടെ നിന്ന് വേഗം സ്കൂട്ടാവട്ടെ. നമ്മളിനി ഇറങ്ങിപ്പോക്കോളോ. ആ ഡയറക്റ്റ് ഇവിടെ കയറാൻ മാസി. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. നമ്മളിവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പപ്പ വിളിക്കാനായിട്ട് നമ്മൾ വന്നും കഴിഞ്ഞിട്ട്. അപ്പോൾ അതേ പുതിയ ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അഹമ്മദാബാദിൽ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ആ ബ്രിഡ്ജ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെ ഫുൾ പല പല പ്ലാറ്റ്ഫോംസിലേക്ക് പോണ സ്ഥലത്തിലേക്ക് നമ്മൾ എത്തും കിട്ടും. അപ്പോൾ പപ്പയുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 10:45 ആള് വരുമ്പോഴത്തേക്കാൻ. മമ്മി ഇവിടെ ഉണ്ട്, ഹലോ വേഗം പറഞ്ഞോ. അപ്പൊ ശരി കേട്ടോ, നല്ല തിരക്കുണ്ട്, കുറച്ച് ചമ്മലുണ്ട്, നമുക്ക് ഓടാം. ഈ വണ്ടിയാ തിരുനെൽവേലി ജാംനഗർ. ലെറ്റ്സ് ഗോ. അപ്പടെ കോച്ച് നമ്പർ വല്ലതും ചോദിച്ചാ? ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങട്ടെ മക്കളെ. പല്ലും കുത്തി വീണ് ആരുമില്ല ഒക്കെ. പപ്പയുടെ ട്രെയിൻ വന്നാച്ച്. പപ്പ എവിടെ ആച്ച്? പപ്പ M3 പപ്പ. M3 പപ്പ ഓ താങ്ക് യു. ഹായ് പറഞ്ഞോ. ഹായ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ ചുമക്കട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് എനിക്ക് കേൾക്കേണ്ടി വരും. ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞ് ഫുൾ സോഫ കവർ ഇട്ട് കഴിഞ്ഞു കേട്ടാ. 2-3 ആഴ്ച ആകുമ്പോഴത്തേക്കും ഈ സാധനം കൂറ പിടിച്ചാൽ അതുപോലത്തെ കളറല്ലേ ബേജ്. നമ്മൾ എത്രമാത്രം ഡെമ്മന്മാരുടെ കളർ യൂസ് ചെയ്യുക അത്രയും നമുക്ക് സ്വൈര്യക്കേടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ബാത്റൂമിനെ സ്റ്റോർ റൂം ആക്കിയില്ലേ, അപ്പോൾ ആ സ്റ്റോർ റൂമിൽ സാധനങ്ങൾ കയറ്റി വെക്കാനായിട്ടോ. ആയക കെട്ടി വെച്ചിട്ടുണ്ടോ? കട്ടർ വേണോ അപ്പക്ക്? കട്ടർ ഇവിടെ ഇട്ടു, പക്ഷെ എവിടെയാണെന്ന് മാത്രം അറിഞ്ഞില്ല. ഓക്കെ, അപ്പം ഞാൻ ലേറ്റ് ആയി എണീക്കാം, കാരണം നമ്മളിന്ന് ലേറ്റ് ആയി കിടക്കാനായിട്ട്, അതുകൊണ്ടാട്ടാ. അല്ലെങ്കിൽ എന്നും ഉണ്ടാവും. ഈ പപ്പ ചോദിക്കുമ്പോഴാ കട്ടർ കിട്ടാൻ, അല്ലെങ്കിൽ കത്രിക കിട്ടൂല. ഒരു മിനിറ്റ് അയ്യാ. ഇൻസ്ട്രക്ഷൻ ഉണ്ടോ? അതെ. ഞാൻ പല്ലേ ചുട്ടെ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഇവിടെ പരിപാടി പപ്പ ഇവിടെ നമുക്ക് എത്തപ്പോഴായിട്ടാണ് വന്നേക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ അതും കിട്ടാനില്ല. കേരള സ്റ്റോറിൽ മേ ബി കിട്ടും, പക്ഷെ അന്വേഷിക്കാൻ ആരും പോകാറില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്കുള്ളതാണ് പപ്പ സൂരത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാട്ടെ. വന്ന വഴിക്ക് ഇവിടെ എനിക്ക് കടകളിൽ കിട്ടുന്ന വടാപ്പാവിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രെയിനിലുള്ള വടാപ്പാവ്. യെസ്, എത്ര അൺഹൈജീനിക് അത്ര ടേസ്റ്റ്. നോക്കിച്ചിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യല്ല പ്ലീസ്. ഈ വഴിക്കൊന്നും നിങ്ങൾ പോകരുത്. ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ നല്ല ഡയറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് പോയി ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കട്ടെ എത്രയിൽ നിന്ന്. ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നോക്കാറുള്ളതാണ്. യു ഗൈസ് ക്യാൻ വാച്ച്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇച്ചിരി കൂടി ഓടാം. അത് കൂടാൻ കാരണം എന്ന് വെച്ചാൽ പപ്പ വടപ്പാവ് നല്ല കൊണ്ടുവന്നത് ഓൾറെഡി ഞാൻ 2:30 രാത്രി മിഴുങ്ങിയിട്ടാണ് കിടന്നത്. അപ്പോൾ ബാക്കി 2 നമുക്ക് ഇപ്പം മിഴുങ്ങാം. നമുക്ക് ആദ്യം ചൂടൊന്നും ആക്കാട്ടോ. 1 minute ഇത് നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് വെച്ച് ചൂടാക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കുറയ്ക്കണം നമുക്ക്. ട്രെയിനിലുള്ള വടാപ്പാവ് കിട്ടുമ്പോൾ അതിൻ്റെ പാവ് എന്ത് ക്യൂട്ടായിട്ടുള്ളതാണ്. കുറച്ച് വലിയ തൊച്ചൂടെ അവർക്ക് പിശുക്കന്മാർ. ഓക്കെ, ഇതാണ് കേട്ടോ പപ്പ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന കറി. മമ്മി എനിക്ക് ആർക്കാണ്ടോ വേണ്ടിയിട്ട് ഇച്ചിരി സിപ്പിനായിട്ടുള്ള കട്ടൻ ചായ. എനിക്ക് ഇത്രയും മാത്രം കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമുള്ളൂ, ജസ്റ്റ് സിപ്പ്. ആൾക്കാർക്ക് തോന്നി ഇത് കഴുകാനെടുത്ത് വെച്ചേ, പക്ഷെ എനിക്ക് കിട്ടണത് ഇതാണ്.
വേണ്ട, നമുക്ക് കുറച്ച് ജീര വാട്ടർ. എവിടെയാണ് ഏലിയൻ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ ബാക്ക്. ഓക്കെ, ഈ ഒരു നൂഡിൽസ് കുറച്ച് ദിവസമായിട്ട് ഞാൻ മേടിച്ചത് ബ്ലിങ്കിട്ട് വഴി അല്ലേ മേടിച്ചത് ഞാൻ. യെസ്, ഈ ഒരു നൂഡിൽസ് ഇട്ടാ ഹാർദിക് പാണ്ഡ്യയുള്ള നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാൻ വിചാരിച്ച് 2 പൗണ്ട് ഇടയ്ക്ക് ഒരു വണ്ണാണ്, ഒരു വാടയാണ് എന്നിട്ടാ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, വന്നത് തന്നെ കുഞ്ഞിക്കാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് തന്നെ കീറി പറിച്ചെടുക്കണം. അപ്പം ഉണ്ടാക്കിയ തക്കാളിക്കറി ഇല്ലേ, അത് ഇതിനകത്ത് തന്നെ ഫിൽ ചെയ്യാം കേട്ടോ. ആക്ച്വലി ഇത് ഭയങ്കര ടേസ്റ്റി കറിയാണ് ഗൈസ്. യു ഷുഡ് ആസ്ക് ഫോർ ദ റെസിപ്പി. യമ്മി യമ്മി ടേസ്റ്റി യമ്മി. കറി ഇട്ടപ്പോൾ വടപ്പാവണെന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഇടൂല. എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴും മറ്റേ ASMR വീഡിയോ ഉണ്ടാക്കണ പോലെ ഉണ്ട് ക്യാമറയുടെ ആംഗിൾ. നോട്ട് ബാഡ്. നമ്മൾ ട്രൈ ചെയ്യണോ ഗൈസ്? Meanwhile, അപ്പം നമ്മൾ ഈ സ്റ്റോർ റൂം ഇല്ലായിരുന്നോ, ബാത്റൂമിനെ മാറ്റി നമ്മൾ ചെയ്തത്. അവിടെ ഈ ഒരു നെറ്റ് ഒക്കെയാണ് കേട്ടോ. കാരണം അപ്പുറത്തൊരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കണോണ്ട് ഒടുക്കത്ത പൊടിയാണ്. അച്ഛ ബ്ലോക്ക്. ഓക്കെ, നൈസ് ഗൈസ്. ഞാൻ പപ്പയ്ക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അവിടെ വല പുഴ പപ്പ ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാം കേട്ടോ. കറക്റ്റ് മെഷർമെന്റ് ജസ്റ്റ് ഇപ്പോഴത്തേക്ക് വേണ്ടിയത് വെച്ചു എന്നുള്ളൂ. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ ഫിക്സ് ആക്കി. ഇതിലും വേണ്ടാത്ത ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇല്ലാക്ക നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ നിരത്തേണ്ട ആവശ്യം വരില്ല. ഇവിടെ ഒരാൾ വിളിച്ചിരിക്കണ കണ്ട പപ്പ നാട്ടിന്ന് വന്നപ്പോൾ കണ്ണനെ കൊണ്ടുവന്നിട്ടാ. വിഷു സ്പെഷ്യൽ. നമ്മുടെ വീട്ടിലൊരു ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ വിഷുവിന് കണി വെക്കണ്ടേ, അതിനുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കണ്ണൻ്റെ അത്ര തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, കണ്ണൻ അൺബോക്സിങ്. ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണ. മമ്മിയുടെ മുഖം കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഗൈസ്, are you excited? Are you ready guys? 3, 2, 1. നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അജ്ജോ, നജർ ना लगे माशाल्लाह, तू नजर ना लगे. കിത്താ ക്യൂട്ട് പൊന്നും കെട്ടനാണടി ഇത് അല്ലേ? എൻജോയ് ചെയ് ബാബേ. ജാരാണ് ഈ ജാരാണ്. നമ്മൾ ഈ അടിപൊളി കണ്ണനാണ് ഗൈസ് ഇത്തവണ വിഷുക്കടിക്ക് വെക്കാൻ പോണക്ക്. ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന് കുന്തം മനുഷ്യനെ ഇവിടെ ഡയറ്റിങ് ചെയ്ത് സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കുമ്പോ ഇവിടെ എന്തിനാ നോം കാണുന്നേ? പഴംപൊരി ഉണ്ടാക്കാൻ. ഇത് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്ന ടിഷ്യൂ ഒക്കെ ഉണ്ട്. ഞാൻ വന്ന് കൈയൊക്കെ കഴുകി എൻ്റെ പീനട്ട് സലാഡൊക്കെ കഴിച്ചിട്ട് മമ്മിക്ക് ഈ ഒരു വാശി ഉണ്ടായിരുന്നു. കലണ്ടർ തൂക്കി മിഡിൽ ക്ലാസ് ഫീല് വേണമെന്ന്. ഞാൻ ആ ഫീല് മമ്മിക്ക് കൊടുത്തു. ആ പുറകേല് എന്നെ ട്രൈസപ്പായിരുന്നു ഗൈസ്. എനിക്ക് കൈ പൊക്കാനുള്ള ത്രാണിയില്ല. ഞാനൊന്ന് നല്ല ഹാർഡ് കോറായിട്ട് ട്രൈസപ്പ് ചെയ്തിട്ട് വന്നിട്ടാ. കാരണം ഒരു ഫീലുണ്ട് ആ ചെയ്തു എന്നുള്ളത്. കാരണം ജിമ്മിൽ നിന്ന് വന്നിട്ട് നമുക്ക് മേലുവേദന ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സഫലമായിട്ടില്ല. റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ തേക്കാനായിട്ട്. കുറേ നാട്ട് ഹെയർ മാസ്ക് ചെയ്യണില്ല. ഓയിലിങ് ചെയ്യും, വാഷ് ചെയ്യും, ഓയിലിങ് ചെയ്യും, ഹെയർ വാഷ്, ഷാമ്പു കണ്ടീഷണർ ചെയ്യും. കുറച്ച് ദിവസം ഹെയർ മാസ്ക് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിക്കാം ഇന്ന് ഹെയർ മാസ്ക് ഒക്കെ ഇട്ടൊന്ന് കുളിച്ചാവും. പപ്പ ഏത്തപ്പഴമായിട്ട് നാട് കടന്നില്ല. അപ്പോഴേക്കും ഇവിടെ പഴംപൊരി അല്ലെങ്കിൽ വേണ്ട. മമ്മി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയേ? ഓക്കെ. പണ്ട് നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു ഗൈസ്. നമ്മൾ ഗുജറാത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് കപ്പലണ്ടിയുടെ മാത്രമായിരുന്നു. അതിന്റെ ടേസ്റ്റും വേറെയാണ്. കുറച്ചൊന്നും തണക്കട്ടെ എന്നിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഡയറ്റിങ് പറയണ കഴിക്കേണ്ടത്. പക്ഷെ എന്റെ പൊതിപ്പണ്ണാറ പഴയത് വെട്ടി വീഴുകടി. ഇന്നും കൂടെ ഉള്ളട്ടെ മമ്മി, ഇനി ഈ വക നോക്കിക്കോ. പാവം ചിമിണി ഞാനതേ വലിച്ചെടുത്തെടുത്ത് അത് ക്ഷീണിച്ച്. എവിടെ പോയി എൻ്റെ ഗൈസ് ഇല്ലാണ്ട് എന്ത് പഴംപൊരി എന്നെ തല്ലി ഒടിക്കും. എന്താ പിള്ളേരെ കഴിച്ചോ? സോറി, കരിഞ്ഞ ഭാഗം തന്ന മറച്ചിട്ട് തരാം. കഴിച്ചോ? അതും കണ്ണിടൂടെ. എത്ര നാളെ പഴംപൊരി ഉണ്ടോ? മൈ ഗോഡ്, ഒരു കൊല്ലമായ
मम्मी पालम पूरी के साथ कौन कटन चाय पीता है? മമ്മിയുടെ ടേസ്റ്റ് ബഡ്സ് ഏതോ വേറെ ദിശ ഏതാ വന്നേക്കണേ. ചോറുണ്ടതിന് ശേഷം ചിപ്സ് നമ്മൾ മധുരല്ലേ സാധാരണ കഴിക്കുക, പക്ഷെ മമ്മിയുടെ വേറെ. മമ്മിക്ക് മുറുക്ക്, ഉപ്പേരി ഇങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്നു. ഹൗ മമ്മി ഹൗ. അതുപോലെ വേണ്ട അതാ കിട്ടാണ്ടാവുമ്പോൾ അതിന്റെ വിലയും ടേസ്റ്റും വന്നത്. പിന്നെ മമ്മി ഇതുപോലത്തെ മധുരമുള്ള സാധനങ്ങളുടെ ചായ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആദ്യം മധുരമുള്ള വരം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മധുരം, പിന്നെ കഴിക്കുന്ന സാധനത്തിന്റെ മധുരം കുറയൂലേ? മധുരം ഇട്ടിട്ട് ഞാൻ ചായ. പിന്നെ എന്തിനാ മമ്മി? അവർക്കറിയാം പിള്ളേർക്ക്. നിങ്ങൾക്കറിയോ ഗൈസ്? പ്രൂവ് മീ റോങ്. ഗിൽറ്റി സന്തോഷം. ഹലോ പിള്ളേരെ, സുഖമല്ലേ? ഇതാണ് വിഷുവിന്റെ തലേ ദിവസം. മനുഷ്യന്റെ ദേഷ്യം പിടിച്ചിരിക്കായിരുന്നു ഞാൻ ഉച്ച മുതല്. ഇപ്പോഴാണ് കുറച്ച് സമാധാനം കിട്ടിയേക്കണം കുന്തം പിടിക്കാനായിട്ട്. നമ്മള് വീട്ടിലേക്കൊക്കെ മാറി. പക്ഷെ നിങ്ങൾക്കറിയാം ഇതൊരു ഗ്യാസിന് പൈപ്പ് ലൈൻ വന്നിട്ടില്ല. 2 പ്രാവശ്യം ഞങ്ങൾ 5 കിലോ വെച്ചിട്ട് സിലിണ്ടറൊക്കെ മാറ്റി കഴിഞ്ഞത് നമ്മുടെ 3ാമത്തെ സിലിണ്ടർ. ആൻഡ് ഇത് ഇവിടെ എത്താൻ പറ്റ പാട്. എനിക്കറിയാം കുന്തം. നാളെ ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ വിഷു അല്ലേ, വിഷുവിന്റെ അന്നാണ് നമ്മുടെ ഡോക്ടർ അംബേദ്കർ ജയന്തി. അപ്പൊ ഇവിടെ ഭയങ്കര കാര്യം കേട്ടോ. അപ്പൊ അതിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ആ തിരക്കില് സിലിണ്ടർ ഉണ്ടായിരുന്നു. വലിയ സിലിണ്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഓൾറെഡി നമ്മുടെ തോരനുണ്ട്. ഇതിനെ ഇവിടെ വച്ചും കൊണ്ട് വേറെ വലിയതിന് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കാശ് ചിലവാകും. അത് വേറെ 2 സിലിണ്ടർ വെറുതെ ഇവിടെ വെക്കേണ്ടി വരും. കൊടുത്താൽ വെറുതെ കാശ് നമുക്ക് കിട്ടുമില്ല. വെറുതെ എന്തിനാ പൈസ ചിലവാക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പിശുക്ക് കാണിച്ച് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എല്ലായിടത്തും വിളിച്ചു ചോദിച്ചു. കാരണം ആരുടെ അടുത്തും ഉണ്ടാവില്ല സിലിണ്ടർ ഒബ്വിയസ്ലി. കാരണം ഇപ്പൊ എല്ലായിടത്തും പൈപ്പ് ലൈൻ ആണല്ലോ. അതുകൊണ്ട് ഫൈനലി ഞാൻ ഒരു അങ്കിളുണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കിയെടുത്തണം. ആ അങ്കിളിനെ വിളിച്ച് പിന്നെ അങ്ങനെ കുറെ അവിടെ ഇവിടെ ഒക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ അങ്കിളെ ഞങ്ങൾ ന്യൂ ഇയർ ആണ്, ഞങ്ങൾ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് അങ്ങനെ കുറേ അടുത്ത് ചോദിച്ചു. ഫൈനലി ഒരു കട കിട്ടി. അവിടെ പോയിട്ട് ഞങ്ങൾ മേടിച്ചിട്ട് വന്നു. വെച്ചാൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന കാലിയായിട്ടുള്ള എന്ന് വെച്ചാൽ എം ടി ആയിട്ടുള്ള ഇതില്ലേ സിലിണ്ടർ, അത് കൊടുത്താണ്. ഇത് ഈ കുട്ടുറുപ്പേനെ കൊണ്ടുവന്ന എന്തൊക്കെ കൂട്ടാതൊക്കെ അച്ചടി ചില്ലക്കുട്ടി ദാമണി മുത്തു ശിഗുടു ബാവ കവള് പിച്ചു ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ക്യൂട്ട് സിലിണ്ടർ ആണ്. അപ്പം ഞാൻ എന്തിനാ എത്ര അരക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാരും ഇല്ല. അതുകൊണ്ട് ഭയങ്കര ഫ്രീഡം, അല്ലെങ്കിൽ ഫ്രീഡം തന്നെയാണ്. ഓക്കെ, അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ തൂത്തുവാരി തുടക്കായിരുന്നു. മമ്മിയും പപ്പയും ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട്. അവിടെ ആൻറ്റിക്ക് കൊന്നപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. നാട്ടിലും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കിട്ടാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാരല്ല. അപ്പം ഇവിടെ ആൻറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം 2 പേരെ ഞാൻ വിട്ടേക്കാണ് കൊന്നപ്പ് മേടിക്കാനായിട്ട്. അപ്പം ആ നേരം നോക്കി ഞാനിപ്പോൾ തൂത്തുവാരി. അപ്പം എനിക്ക് ഓർമ്മ വന്നേ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ്സ് തന്നേക്കാന്ന് വിചാരിച്ചത്. ഇതൊക്കെ തന്നെയായിരുന്നു അപ്ഡേറ്റ്സ്. അപ്പം ഇന്നു പോലെ നമുക്ക് വിഷുവിൻ്റെ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പൊ ആ ഒരു കണ്ടിന്യൂഷൻ ഞങ്ങൾ പൊക്കോളൂല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ അത് തരി കഴിഞ്ഞ് നമ്മളിവിടെ തുടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഫിനായിലൊക്കെ ഒഴിച്ചത് ഇവിടെ വെള്ളം സെറ്റാക്കി വെച്ചേക്കാം. 1 മിനിറ്റ് ഞാൻ ലൈറ്റ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഓ മൈ ഗോഡ്, കക്കൂസ്. എക്സ്ക്യൂസ് മീ. ഓക്കെ, ഈ സംഭവം വേണ്ട. ഇതെനിക്ക് പർപ്പിളിൽ കിട്ടിയില്ല. ഞാൻ കുറെ തപ്പി ഈ സാധനം പൊട്ടാനായിട്ട് ഞാൻ കാത്തിരിക്കാം. എന്നിട്ട് വേണം നമുക്ക് പർപ്പിളിലേക്ക് നീങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ വാചകം അടിക്കാണ്ട് തുടച്ചിടാം. ആക്ച്വലി തുടയ്ക്കാന്നുള്ള ഒരു സർപ്രൈസ് മമ്മി തൂത്തുവാരി ഇട്ടാൽ മതി എന്നാ പറഞ്ഞ. പക്ഷെ എനിക്ക് എന്തോ നല്ല മോളാവാനായിട്ട് തോന്നി. അപ്പൊ നമുക്ക് വേഗം തുടക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ മുഴുവൻ വീഡിയോ ഇപ്പൊ കാണിച്ചിട്ടില്ല. നമുക്ക് ഹോം ടൂറിന് വേണ്ടി ബാക്കി വല്ലതും വെക്കേണ്ടേ. അപ്പൊ ഞാൻ നിങ്ങളെ വല്ല എന്താ പറയാ കാണാൻ പറ്റാത്ത വിധത്തിൽ ഒപ്പിച്ചുതരാം. മക്കളോട് ഇരിക്കട്ടോ. നല്ല ഓന്തോ. ഫൈനലി വി ഡിഡ് ഇറ്റ്. അപ്പോൾ ഇറങ്ങി കണ്ട കർട്ടൻ യെസ് നാട്ടിൽ നിന്ന് നോക്കിക്കൊണ്ട് വന്നതാ. എനിക്ക് എന്താണെന്ന് അറിയാം, ആ കർട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആൻഡ് എനിക്കത് വേണമായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. നമുക്ക് എന്തെങ്കിലും പറക്കി തിന്നാം. ഇച്ചിരി എന്തെങ്കിലും തിന്നാം. ജസ്റ്റ് ഒന്ന് ഗ്യാസിന് അടക്കാൻ. എവിടെ ഗ്യാസിന് അടക്കാനായിട്ടേ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി തിന്നാം. കാരണം ഞാൻ മേലെഴുകാൻ പോകും. മേലെഴുകാൻ മുന്നേ കുളിക്കാൻ മുന്നേ നമ്മളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ദേഹക്കേട് വരില്ലേ. അതുകൊണ്ട് നമുക്കിവിടെ ഉണ്ട് കഴിക്കാ പോപ്കോൺ. ഇവിടെ പോപ്കോൺ നമുക്കിങ്ങനെ തിയേറ്ററിൽ മാത്രമല്ല ഗൈസ്, ഏത് കടയിലും എപ്പോഴും അവൈലബിൾ ആണ്. ഇവിടെ എല്ലാവരും ആസ് എ സ്നാക്സ് ആയിട്ട് കഴിക്കണത്. നമ്മുടെ അവിടെ നമ്മൾ ഈ അവലും മല്ലരൊക്കെ കഴിക്കില്ല അതുപോലെ. ഓക്കെ, നമുക്ക് ഇവിടെ ഇത് കഴിക്കാൻ ശ്വാസം കൊണ്ട് കയറുന്ന കുന്തം.
ഞാനിപ്പോൾ നല്ല ടൈറ്റ് ഡയറ്റിലാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം എൻ്റെ മോന്തക്കുറ്റിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയൂല എത്രയാണെന്ന്. ആക്ച്വലി ഞാൻ വിചാരിക്കണം അത്ര ആ ഒരു വെയിറ്റിൽ എത്തട്ടെ, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇത്തവണത്തെ ഡയറ്റിംഗ് തന്നെ കഴിഞ്ഞ ഡയറ്റിംഗ് പോലെ അല്ല കേട്ടോ. ഞാൻ ന്യൂട്രീഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ഡയറ്റിംഗ് ചെയ്യണേ. കഴിഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടന്നാണെന്ന് മനുഷ്യന് വണ്ണം കുറച്ചത്. അതത്ര 13 കിലോ. ഇത്തവണ അത്രയും ഞാൻ കുറച്ചില്ല. കഴിഞ്ഞ തവണ എൻ്റെ കുറയ്ക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വെയിറ്റ് ഉണ്ടായിരുന്നില്ലേ 13ന്റെ ആ ഒരു സമയം, അത്ര തന്നെ ഇത്തവണ വീണ്ടും ആയിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് വളരെ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ ഭയങ്കര വീർപ്പ് കെട്ടുള്ള ശരീരമായിരുന്നുണ്ട്. ഇത്തവണ ആ വെയിറ്റ് ആണെങ്കിൽ ഇപ്പോൾ അത്ര തോന്നുന്നില്ല. എനിക്ക് തോന്നാനാണെന്ന് നടന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇത്തവണ കുറയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഹൈറ്റിനനുസരിച്ച് ആൻഡ് എനിക്ക് അപ്പിയറൻസ് എൻ്റെ കുഴപ്പമില്ലാന്ന് തോന്നുന്ന രീതിയിലായിരിക്കട്ടെ. സോറി ഗൈസ്, എനിക്ക് ഗ്യാസ് കൊണ്ട് കയറിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ മറന്നുപോയി. അങ്ങനെ ആദ്യമായിട്ടാണല്ലേ. അല്ല, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. എൻ്റെ വിഷം നിറച്ച് ഗോഡ് കണ്ണ് കാണാൻ പറ്റണില്ല. ബാക്കിയത്തോട്ടാ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ലെറ്റ്സ് ലോക്ക് ദിസ്. ബാറ്ററി പോയി തുടങ്ങി. ഈ കുന്ത്രാണ്ട ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളെ എടുത്തോളൂ. അപ്പോഴും ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ്, ഓ മൈ ഗോഡ് ഇത് എന്റെ ലോകം. എന്താണ് അവതാർ മൂവി. മിക്കവാറും മമ്മിയും പാപ്പയും ലേറ്റ് ആവും കേട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് വെക്കണ്ട, കോപ്പിറൈറ്റ് കിട്ടും ബുദ്ധം. ഓക്കെ, ഞാൻ വല്ല ഭഗവാന്റെ പാട്ട് വെക്കാന്ന് വെച്ചതാ. ബഡ്സ് ആവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ എന്തായാലും വിഷു അല്ലേ? ആണ് അല്ലേന്നല്ല, ആണ് വിഷു ആണ്. ഓക്കെ ഗൈസ്, മമ്മി ബാക്ക് ടു ഹോം. മമ്മി വിളക്കെത്തിക്കാനായിട്ട് എന്തെന്നാ തയ്യാറെടുപ്പിലാണ് കേട്ടാ. പപ്പ എന്തൊക്കെയാ പറയണ, ഞാൻ പമ്പലായിപ്പോയി. പപ്പയുടെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി കാണാം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഒരുക്കങ്ങൾ ചെയ്ത് ബാത്റൂമിൽ ഞാൻ തൂക്കിയിട്ടൊക്കെ ക്യാൻഡ് ചെയ്യാൻ, എന്നിട്ട് പുറകയിൽ കാണുന്ന എസ്തെറ്റിക്കോ. ഓക്കെ, നമുക്ക് ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്യാട്ടോ. കാരണം ഞാൻ കുറച്ച് ദിവസം മുമ്പല്ലേ മറ്റേ ഉലുവ തേച്ചിരുന്നത്, ഉലുവയുടെ ഹെയർ മാസ്ക്. ഇന്ന് നമുക്ക് ഹെയർ ഓയിലിംഗ്. താരക് മേത്ത കണ്ട് ഇതായ പോയിട്ട് അതിന്ന് ഇപ്പൊ എനിക്ക് വേറെ ഒന്നും കാണാൻ തോന്നുന്നില്ല. താരക് മേത്തയും കാണാൻ തോന്നുന്നില്ല. എന്തോ ഒരു ഭയങ്കര ഇമോഷണൽ സീൻസ് ആണ് അതിനകത്ത് മുഴുവൻ. അത് കാണാൻ തോന്നുന്നില്ല. അപ്പൊ ഞാൻ അതിലേക്ക് ഓൾഡ് എപ്പിസോഡ്സ് വീട്ടിൽ തുടങ്ങാം. കാരണം അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഇപ്പൊ കാണാൻ തോന്നുന്നില്ല. കൊറിയൻ ഡ്രാമ കണ്ട് കാലമയറിയോ നിങ്ങൾക്ക്? എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണേ വല്ലതൊക്കെ, എന്താ പറയാ, നല്ലതായിട്ടുള്ള കൊറിയൻ ഡ്രാമ. ഹിന്ദി ഡബ്ഡായ ഒന്നും കൂടെ നല്ലതായിരിക്കും. എനിക്ക് ഈ സബ് ടൈറ്റിൽ നോക്കിയിരിക്കണം ഭയങ്കര ഭ്രാന്ത. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്തൊക്കെ നോക്കും. അങ്ങനെ എനിക്കിഷ്ടം. അങ്ങനെ ഏത് നേരം ഇങ്ങനെ നോക്കിയിരുന്നും കൊണ്ട് അത് സീരീസ് കംപ്ലീറ്റ് അത് എനിക്കിഷ്ടം. ഓഡിയോ ബുക്ക് പോലെ ഇങ്ങനെ കേട്ട് അതുപോലത്തെ ഒരു ഫീലാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം എന്നിട്ട് ആ തല മാന്താം. ഞാൻ അങ്ങനെ ആക്ച്വലി മനസ്സിൽ വിചാരിച്ചു നമുക്ക് തല ചീരാം. ഓക്കെ ഗൈസ്, എനിക്ക് എന്തൊരു മനസ്സിനൊരു സന്തോഷം. യെസ് ഗൈസ്, എനിക്ക് എൻ്റെ മനസ്സിനെ ഇത്തിരി പോലും വിഷമിപ്പിക്കണം ഇഷ്ടമല്ല. എന്തെങ്കിലും വന്നാൽ തന്നെ വഴക്കാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കും. അപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചോളാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതെന്ന് പറയും. അപ്പൊ നമുക്ക് കുറച്ച് സന്തോഷം തോന്നും. കാരണം അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അവർ നമ്മുടെ ലൈഫ് കൊതിക്കണവരായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനോട് തന്നെ കൊതി തുടങ്ങും. ഓക്കെ, തന്നെ ഹവാല അപ്ലൈ ചെയ്യാം. ഞാൻ എത്ര വർഷം ചെയ്യും, ഇനി നമുക്ക് ചെയ്യണ്ട. അവിടെ പോയി എന്റെ കുന്തം ഓക്കെ കിട്ടണില്ല, നമുക്ക് ഇങ്ങനെ തന്നെ തേക്കാൻ വേഗം. ഇപ്പൊ ഹെയർ ഓയിൽ ചെയ്തിരിക്കില്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് എനിക്ക് ബിഗ് ബോസ് കാണുന്നതാ. രാത്രി ആകുമ്പോഴേ പിന്നെ എനിക്ക് മടി തുടങ്ങും. അപ്പൊ നമുക്ക് വേഗം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. മമ്മി ഇവിടെ മന്ത്രവാദി സാരില്ല, ക്യാമറ ഓഫ് ചെയ്യുമ്പോ ബാക്കി മമ്മീന്റെ സ്വരൂപം മാറ്റിക്കോളും. സ്പീക്കർ വെച്ചിട്ടുണ്ട് കേട്ടാ, വാട്ടർ പ്രൂഫ്. എനിക്കിങ്ങനെ കുളിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗർഭ സോങ്സ് ഫേവറേറ്റ്.
സോറി ട്ടാ, ഞാൻ ആക്ച്വലി ബാത്റൂമിൽ ഈ പാട്ട് വെക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ ഭയങ്കര ഡിവോഷണൽ ഫെസ്റ്റിവലിന്റെ പാട്ടല്ലേ വെക്കാറില്ല. ഇന്നിപ്പോ വെച്ചെന്ന് മാത്രമല്ല, അതർവൈസ് ഞാൻ ഈ പാട്ട് കേൾക്കാറുള്ളതാണ്. ആൻഡ് ഇവിടെ ഞാൻ വേറെ പാട്ട് വെക്കാറില്ല. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ബാത്റൂം പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്റെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ കാണിച്ചു തരാം കേട്ടാ. ഇവിടെ ഒരു ചിഹ്നം ഉണ്ടാവും, കുളിക്കണ ചിഹ്നം കണ്ടാലും അവിടെ. ഇതാണ് എന്റെ പ്ലേലിസ്റ്റ്. ഗോഡ് ഗായ്സ്, ഇപ്പൊ റീസെന്റ് ആക്ച്വലി ഞാൻ നവരാത്രി സമയത്ത് ഈ പാട്ട് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ റീസെന്റ് എന്റെ കൾട്ട് ഫേവറേറ്റ് ആണ് രാധാനെ ശ്യാം മടി ജാസ് എന്ന് പറഞ്ഞിട്ടോ. ഫുൾ ടൈം ഇപ്പൊ ഇത് തന്നെ കേട്ടോണ്ടിരിക്കണം. എത്ര മാത്രമായിരുന്നോ ഏതോ സായാഹ്നം, നിങ്ങൾക്ക് അറിയാൻ എനിക്ക് എത്ര മാത്രം ഇഷ്ടമാണ് ആ പാട്ട്, അതുപോലെ തന്നെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഗുജറാത്തിൽ ഇതാണ് ഇപ്പൊ എന്റെ ഫേവറേറ്റ്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടോ. ഞാൻ ബോഡി വാഷ് ചെയ്തു വിട്ടാ കണ്ടാ പറയില്ലല്ലേ, ഞാൻ കുളിച്ചാലും കുളിച്ചിരിയില്ല, എപ്പോഴും കുളിക്കാത്ത പോലെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനിവിടെ എണ്ണ അയച്ചു വെച്ചിട്ട് കുറച്ച് നേരം ബണ്ണായി കെട്ടി വെച്ചോളൂ. അങ്ങനെ ഒരിക്കലും കെട്ടി വെക്കരുതിട്ട് നമ്മുടെ മുടി ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല. മൈ ഗോഡ്, മുടി കഴുകി കഴിഞ്ഞിട്ടുള്ള നനവസ്ഥയെ വേണം ഈ ഒരു എണ്ണ അവസ്ഥ. രണ്ടവസ്ഥ ഈസ് വെരി ബാഡ് ഫോർ മുടി കെട്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മുടി പിന്നിട്ട് ചൂട് വിശന്നിട്ട് കുടല് കരിഞ്ഞിട്ട് പോയി. നമുക്ക് വല്ല ഫുഡ് കഴിക്കാം. അയ്യേ, എന്ത് പൊട്ട ലൈറ്റിംഗ് ആയിരുന്നല്ലേ. എന്നെ കളർ വരില്ല. ഇപ്പൊ കുറച്ച് ബെറ്ററാ, ഇപ്പോഴും കണക്കാണ്, പക്ഷെ ബെറ്റർ ആണെന്ന് നമുക്ക് അഭിനയിക്കാം. എന്ത് രസാ. ഇത് ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് എന്തെങ്കിലും വച്ചിട്ട് നമ്മൾ ഓഫ് ആക്കൂലേ, അപ്പൊ ഇങ്ങനെ ഓരോ ദൃശ്യങ്ങൾ വരും. അതെന്റെ ഫേവറേറ്റ് ആവാ ചെയ്യാട്ടോ. ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്സ് നൈസ്. Mommy don't know that is good. Bye guys. Ta-da! Dinner time. പൊട്ടി പോണ ദോശ. ഓക്കെ ഗൈസ്, ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ ജോവാർ എന്ന് പറഞ്ഞൊരു അതെ നമ്മുടെ ഗൈസ്, എനിക്ക് വേറെ കുടുംബം മതി, എനിക്ക് ഈ കുടുംബം വേണ്ട. ഓക്കെ ഗൈസ്, ഇപ്പൊ റവ ഇട്ടപ്പോ ഒന്ന് മര്യാദ. ഇതെന്റെ, ഇത് നിങ്ങളെ. ഓക്കെ, സ്പെഷ്യലി കരിഞ്ഞ ഭാഗം എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇവിടെ ഉണ്ട്, നമുക്ക് കൂട്ടി കഴിക്കാൻ. സാമ്പാർ. എന്നിട്ട് പിന്നെ ഒന്നും അറിയൂല, എന്തായാലും സാമ്പാർ ഇതിനകത്ത് ഒഴിച്ചിട്ട് തിരുമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പിന്നെ ആരെന്തറിയാൻ അസാദ് പാല് വേറെ എടുക്കണ്ടോ? നോ ഗൈസ്, ഞാൻ കാണിച്ചോരില്ലാത്ത ഒന്നുമല്ല. മമ്മിയോട് ചോദിക്കാൻ തിരുമ്മി തരാറില്ലേ? തിരുമ്മി തരാറൊക്കെ ഉണ്ട്. ഓ, പറയണ സ്റ്റൈലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. എന്നാ തിരുമ്മിയൊക്കെ തരും. ഉടനെ സിമ്പതി വെച്ചാൻ വന്നേക്കണ്. ഈ ക്യാമറയിൽ ചില അമ്മൂമ്മമാരുണ്ടാവൂലേ ക്യാമറ കാണിക്കാൻ. അയ്യോ, അങ്ങനത്തെ സാധനമാണ് കഴിച്ചത്. പറയുമ്പോ പറയാണ്ട് വരെ ഞാൻ തിരുമ്മി കൊടുക്കാറ്. നമുക്കേ ഛാസ് എടുക്കാട്ടാ ഗൈസ്. ഛാസ് ഇസ് അമ്മ. നിങ്ങൾ എന്ന് മോര് കുടിക്കണം. ആക്ച്വലി നമ്മുടെ നാട്ടിൽ അങ്ങനെ മോര് കുടിക്കാനായിട്ട് നമുക്ക് തോന്നൂല. അവിടെ ഭയങ്കര ഹ്യൂമിഡ് വെതർ അല്ലേ, പക്ഷെ ഇവിടെ ഡ്രൈ വെതറാണ്. നമുക്ക് ഇങ്ങനെ മോര് കുടിക്കാൻ ഓട്ടോമാറ്റിക്കലി തോന്നിപ്പോ. ഇപ്പൊ അയലെ അതാ क्या कर रही है मेघा? उधर देखती हूँ तो इधर जा रहा है. ഓക്കെ ഗൈസ്, വളരെ എസ്തെറ്റിക് ആയിട്ട് നമ്മളിവിടെ പാപ്പ ബോൺ അപ്പറ്റിറ്റ്. നമുക്കത് പിന്നെ ഒന്നും കൂടെ പറയണ്ട. ആത്മാവിനെ ശാന്തി കിട്ടി. 9 മണി ആയാ? ബിഗ് ബോസ് പുതിയ എപ്പിസോഡ് വരുന്നത് 9 മണി. അപ്പൊ 9 മണി ആവണ വരെ നമുക്ക് താരക് മെഹ്ത വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പഴയ എപ്പിസോഡ് ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി ഗൈസ്, വേറെ രക്ഷയില്ല. മച്ചാക്കിയ ഞാനേ ദോശ സാമ്പാർ എടുത്തിട്ട്. താങ്ക് യു. ചാർ പ്ലീസ്. താങ്ക് യു. കം ഓൺ. ഓക്കെ ഗൈസ്, ഞാൻ കഴിക്കട്ടെ. ബോൺ അപ്പറ്റിറ്റ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കടിയൊക്കെ ഒരുക്കിയത് അവിടെ ഉണ്ട് കേട്ടാ. കാണിച്ചു തരൂല, നാളെ രാവിലെ ഞാൻ നിങ്ങൾക്ക് കണി കാണിപ്പിച്ച് തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇനി വേഗം കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ 5 മണിക്ക് മുന്നേ കണി കാണണമെന്നാണ് പറഞ്ഞേക്കണം. അറിഞ്ഞൂടാ, എണീപ്പിച്ച് വരുമ്പോൾ എന്തായിരിക്കും സീൻ. പാവം മമ്മിയാണ് എല്ലാം കൊല്ലം കത്തിച്ചൊക്കെ റെഡിയാക്കി ഞങ്ങളെ കണി കാണിക്കാനായിട്ട് കൊണ്ടുപോകും. ഇത്തവണ തന്നെയാണ് ഓഫ് കോഴ്സ്. ആൻഡ് നിങ്ങളതിനെ കൊണ്ട് ഞാൻ പോകും. ഓക്കെ, അപ്പം നമുക്ക് ഗുഡ് നൈറ്റ്.
ഹാപ്പി വിഷു പപ്പാ. പപ്പ വാട്സപ്പിൽ അയച്ചു തുടങ്ങി എല്ലാവർക്കും. മമ്മി വരട്ടെ, എനിക്ക് മമ്മിയെ കാണിച്ചത്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഗൈസ്, നമുക്ക് വിഷുക്കൈതീട്ടം മമ്മി കൊണ്ട് തട്ടട്ടെ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓക്കെ ഗൈസ്, എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. പക്ഷെ 6 മണിയായി. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുടുംബത്തെ പേർക്കാൻ എനിക്ക് കണ്ണ് നീറിയിട്ട് വയ്യ. എനിക്ക് ഉറക്കം വന്നു. ഇന്നലെ കുന്തം 12 മണിയായി തോന്നുന്നുണ്ട് ഉറങ്ങാൻ. 12 മണിയായി തോന്നുന്നുണ്ട്. ഹോൾ കുത്തിയിരുന്നിരുന്നു ഉറക്കം. ഒരു കാര്യം ചെയ്യും, ഇപ്പം എന്തായാലും കുന്തം കുരു തന്നെയുണ്ടോ? അല്ല, പണ്ടത്തെ പാടാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഉറങ്ങണില്ല. എനിക്കിപ്പോൾ ഉറങ്ങണം. നേരം പോലും വെളുത്തിട്ടില്ല. കുറച്ചുകൂടെ ഉറങ്ങാനൊന്നും ആലോചിക്കണം. ഒരു കാര്യം ചെയ്യാം, ഉറങ്ങാം. പപ്പയും മമ്മി വാതിൽ തുറക്കത് വേഗം എണീറ്റിരിക്കും. അവർ കീ കൊണ്ട് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്താലോ? പിന്നെ കണ്ണൻ്റെ വിളക്ക് അവിടെ ഓൺ ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ എനിക്ക് നോക്കണം. കാരണം ഫാൻ വാതിലൊക്കെ തുറന്നിട്ടേക്കണ കൊണ്ട് നല്ല കാറ്റുണ്ട്. എന്ത് ചെയ്യോ? ഞാൻ ഉറങ്ങാൻ പോകുന്നു. മമ്മി പറഞ്ഞ് വിഷുക്കണി കണ്ടാൽ പിന്നെ ഉറങ്ങൂല. ഇതിന് മുന്നേ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ചേച്ചി കണി കാണും. ഗുഡ് നൈറ്റ് ഗൈസ്. സോറി ഞാൻ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരാൾ ഓടി. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. വാ. ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ മനസ്സിലുള്ള നല്ല കൊച്ചെന്നെ ഉറക്കിയില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടാ. നോക്കി വിജയാലഞ്ചി ആല് 2 മുട്ട ഇട്ടിരുന്നു. ജുഞ്ചുണമണി ജുഞ്ചുണിയുടെ നടയിൽ നടനം താളം. ആളുടെ അടിയിൽ 2 പിള്ളേരുണ്ട് ഗൈസ്. മുട്ട വിരിഞ്ഞു കൂട്ടാ. യെല്ലോ കളറിൻ്റെയാണ്. ആക്ച്വലി എനിക്ക് അറിഞ്ഞിട്ടാണ് പ്രാവ് ആദ്യം യെല്ലോ കളറാണ്, പിന്നെയാണ് ഇതുപോലെ ബ്ലൂയിഷ് കളർ ആവണത്. ഇവിടെ കൊട്ടക്കണക്കിന് പ്രാവുണ്ട്. എന്ത് രസമാണ് നമുക്ക്. അവിടെ മാത്രമല്ല, ആക്ച്വലി ഇപ്പുറത്തെ മുറിയിൽ നമുക്ക് ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം. അയ്യോ ഓടി. അവിടെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഉണ്ടിട്ടാ അവിടെ ഇട്ട്. അവിടെ കണി ഇവിടെ നിന്നേ നേരെ കാണാല്ലേ. സോ ക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താ എൻ്റെ മോന്ത ഒരുമാതിരി ഉള്ള മോന്തല്ലേ മോളെ കാണും ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ കുളിക്കാൻ കയറാമെന്ന് വിചാരിക്കാം. എന്നാലും പപ്പ മമ്മി ചാവിയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കയറാനുള്ള കുഴപ്പമുണ്ടാവില്ല. ഞാൻ വിചാരിക്കും വേഗം കുളിച്ച് വെച്ച് നമുക്കൊന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് കൊടുക്കാം. ഇന്നലെ കുന്താ സിലിണ്ടർ തീർന്നതുകൊണ്ട് എനിക്കൊരു വിഷു ലുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. എന്താണ് ഈശ്വര ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറാം. മടി കുറച്ച് മാറ്റി വെച്ചാൽ മതി. മിനിയാന്ന് ഷൂട്ട് ചെയ്യായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല ഗൈസ് ഇന്നലെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ. സാരല്ല, വാഴയ്ക്കാം. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, അത്രേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, കുളിക്കാൻ. അത് തന്നെ കുളിക്കാം. ഹാപ്പി വിഷു ചേച്ചി. ഓക്കെ ഗൈസ്, പാറു എണീക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പാറുവിനെയും കൊണ്ട് ഹാപ്പി വിഷു അറിയിപ്പിക്കട്ടെ. ഫൈനലി ഞാൻ കുളിച്ചു. എന്തൊരു സുഖം. അതിന് വിഷു ആയിട്ട് ആക്ച്വലി ഞാനിപ്പോൾ 2 മാസം മുന്നേ നൈറ്റ് ഡ്രസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. കാരണം ഇതുപോലത്തെ വേറൊരു കളർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെടുത്ത് വെക്കാന്ന് വിചാരിച്ചെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനെടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് വിഷു ആയിട്ട് എനിക്ക് പുതിയത് ഇടാനായിട്ട് തോന്നി. അതുകൊണ്ട് ആട്ട ഇട്ടത്. കാരണം വിഷു സ്പെഷ്യലായിട്ട് അങ്ങനെ കോടിയൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഉള്ള ഉടുപ്പ് തന്നെ ഇട്ട് തീർന്നില്ല. അപ്പൊ ആദ്യം അതൊക്കെ ഇട്ട് കഴിയട്ടെ. അതായത് ഞാൻ ഇപ്പൊ അനാവശ്യ ചിലവൊന്നും ചെയ്യാറില്ല. കാരണം നമുക്ക് ലോൺ അടച്ച് വീട്ടുണ്ട്. എനിക്ക് ഈ നൈറ്റ് സൂട്ട് ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ പല കളർ പല പാറ്റേൺസിൽ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സൈഡ് പോക്കറ്റ് ഉള്ളൂ, പക്ഷെ സാരില്ല, ഉണ്ടല്ലോ അത് മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്താ പറയാ, ബോഡി ലോഷനൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ടാനിങ് നോക്കി. മൈ ഗോഡ്, എനിക്കത് മാറ്റണം വേഗം തന്നെ. എന്തോ പോലെ. അതായത് സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഞാൻ ഇപ്പം ഇടവുമില്ല. എനിക്ക് കുറച്ച് എന്താ പറയുക സ്ലിം ബ്യൂട്ടി അവിടെ എന്നിട്ട് ഞാൻ ഇടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. കാരണം ബോഡി ലോഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യാം നമുക്ക്. എന്നിട്ട് ഹെയറുമാ നമുക്ക് എന്തെങ്കിലും അപ്ലൈയും കൂടെ ചെയ്യാം. ഈ നനഞ്ഞിരിക്കണ ഈ സമയത്ത് തന്നെ വല്ല സിറമോ ബാമോ എന്തെങ്കിലും അപ്ലൈ പണ്ണാൻ എനിക്ക് വിശക്കണം. ഓക്കെ, അപ്പോൾ 4 പ്രോഡക്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യം ഈ ഒരു എന്തുട്ടാണ് ഇന്നസ്ഫ്രീയുടെ വോൾക്കാനിക് PH പോർ റിഫൈനിങ് ടോണർ. ഇത് അപ്ലൈ ചെയ്യുമ്പോഴേ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഉണ്ടാവില്ല പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. കാരണം ഞാൻ റെഗുലർലിയും ഈ ടോണർ ആയിട്ടല്ല അങ്ങനെ 1.5 അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്യാട്ടാ.
ഐ ക്രീം അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാട്ടെ, ബിക്കോസ് ഇതിനകത്ത് ഓൾറെഡി SPF അടങ്ങിയിട്ടുണ്ട്. ഇനി ചിന്ന മടി സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട്. എന്താണെന്നോട് ഓക്കെ ഗൈസ്. അപ്പൊ ഞാൻ ഫുഡ് എന്തായാലും ഇപ്പൊ കഴിക്കണില്ല. സമയം 8:15 8:20 എന്തോ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കഴിക്കില്ല. മമ്മി നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ നേരം നോക്കി ഞാൻ റെഗുലർലി രാവിലെ മേല് കഴുകിയിട്ട് ഭഗവത്ഗീത വായിക്കാറുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഓഫീസ് റൂമില്ല, നമ്മുടെ സ്റ്റുഡിയോ, അതിനകത്താണ് ഞാൻ ഭഗവത്ഗീത വായിക്കാറ്. പിന്നെ 1-2 നാമങ്ങളുടെ ബുക്കും അത് ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. അപ്പൊ ഞാൻ പോയി വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓക്കെ ഗൈസ്. ഭഗവത്ഗീത നമ്മൾ വായിച്ചു കഴിഞ്ഞ് നാമങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വിളി വന്നിട്ടുണ്ട് നെക്സ്റ്റ് വിഷു കൈനീട്ടത്തിന് വേണ്ടിയിട്ട്. ലെറ്റ്സ് അറ്റാക്ക്. പപ്പയുടെ കഴിഞ്ഞ കൊല്ലത്തെയും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ചേർത്തിട്ട് വേണം. കഴിഞ്ഞ കൊല്ലത്താനായിട്ട് ഓടിക്കളഞ്ഞു ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിലും അതാ ആദ്യമേ തന്നെ അഡ്വാൻസിൽ അങ്ങനെയാണ്. താങ്ക് യു. ഓക്കെ ഗൈസ്, നമ്മുടെ സേവിങ്സ് മമ്മിയുടെ കഴിഞ്ഞ കൊല്ലത്തെ എന്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. മമ്മി തന്ന വിഷു കഴിഞ്ഞിട്ടാ ഫ്രിഡ്ജിൽ നിന്ന് പേഴ്സിൽ. ആ അത് ഞാൻ തൊട്ടിട്ടില്ല. 500 രൂപ. ഹാപ്പി വിഷു ഗൈസ്. നമ്മുടെ ഇന്നത്തെ നേട്ടം ഇതെനിക്ക് മമ്മി തന്നതാ രാവിലെ. ഇതിപ്പോ പപ്പ തന്നത്, കാരണം പപ്പയുടെ കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയാണ്. അപ്പൊ 2 കൂടെ. ആൻഡ് ഇത് ഞങ്ങൾക്ക് എല്ലാം കൊല്ലം ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയത്തില്ല, പണ്ട് ഒരു ആൻറ്റി ഉണ്ട് ഞങ്ങളുടെ ആൻറ്റി. ആ ആൻറ്റി തന്നതാട്ടാ. ആൻറ്റി എല്ലാം കൊല്ലം ആ സമയത്തും തരുമായിരുന്നു. ഞാൻ ആ ആൻറ്റിയുടെയാണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കണത് വന്നത്. കാരണം അത്യാവശ്യം നല്ല എമൗണ്ടാണ് ആൻറ്റി തന്നിട്ട് പോണേ. ഗൈസ് ഇവിടെ നമ്മുടെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടം. ഓക്കെ. നാട്ടിൽ നിന്ന് പപ്പ മാങ്ങ എടുത്തോണ്ട് വന്നിരുന്നു. അപ്പുറത്തെ പറമ്പെന്നാണോ പപ്പ? നമ്മൾ ഓക്കെ, ഇത്തവണ നമ്മുടെ പറമ്പിന്നാണ് കേട്ടോ. ഇത് നമ്മുടെ ഏട്ടാ കൈസ്, നമ്മുടെ വീട്ടിലുള്ള മാങ്ങയായിട്ട്. ഇത് ടേസ്റ്റ്. ഈ മാങ്ങയുടെ പേരെന്താ? അങ്ങനെ നോ പേര്, പക്ഷെ മൂവാണ്ടൻ പോലെ ചൊവ്വാക്ക. മൂവാണ്ടൻ മാങ്ങയാണ് നിങ്ങളവിടെ എന്താ പറയാ? എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ പോലെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ വളർത്തി വെച്ചത് ഇത്രേ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. വളർത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാ. യു ക്യാൻ സീ. പിന്നെ ഇവിടെ വല്ല മണ്ണിന്റെ മണം ആസ്വദിക്കലേക്ക് ഞാൻ ഇതിൽ നിന്നൊക്കെ തൃപ്തിപ്പെടുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ഫ്ലാറ്റിൽ ജീവിക്കുമ്പോൾ. മണ്ണ് എന്ന് വെച്ചാൽ ഡൗൺ ടു എർത്തിനോട് ജോയിന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം നമ്മളിങ്ങനെ. ഓക്കെ അപ്പോൾ ഞാൻ എറണാകുളത്ത് തന്നെ സിറ്റി ഇല്ലേ, വിഷ് ചെയ്യാനായിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. ആളുടെ വാട്സാപ്പിൽ ഇങ്ങോട്ടേക്ക് മെസ്സേജ് വന്നിട്ട് പുതിയ വീട്ടിലെ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ടോ. എനിക്ക് എന്തൊരു സന്തോഷമായി. ഷീ ഈസ് മൈ ഫേവറേറ്റ്. എനിക്ക് എന്തൊരു സന്തോഷമായി. വിളിച്ച് എന്നിട്ട് വ്ളോഗൊക്കെ എവിടെ നിന്ന് പറഞ്ഞ് കുറേ ചീത്തയൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞ വേഗം തന്നെ ഇടാൻ ചിട്ടിട്ട് മാറ്റി വഴി. ഇവിടുത്തെ ഇഷ്ടികൾ വേഗം തന്നെ അറിയാം. ഓക്കെ, ഐ എം സോ ഹാപ്പി. ഇപ്പോഴാണ് എനിക്കൊന്ന് ശരിക്കും ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനം വന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. ആൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിഷു ലുക്ക് ഷൂട്ട് ചെയ്യണം എനിക്ക്. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്നാണ് പ്ലാൻ. അറിഞ്ഞൂടെ പോകില്ല എന്നുള്ളത് നോക്കാം. നമുക്ക് എന്തായാലും ലുക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാം. നമുക്ക് എൻ്റെ പല്ല് പൊങ്ങിയെന്നും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കല്ല, ആക്ച്വലി മമ്മിയൊക്കെയാണ് തോന്നിയത്. എൻ്റെ പല്ലിത് ഇങ്ങനെയല്ല പല്ലിരിക്കേണ്ടത്, പക്ഷെ പല്ല് ഇങ്ങനെ എൻ്റെ ഇരിക്കണം. കണ്ട ഇങ്ങനെ മമ്മിയുടെ കണ്ടുകൊടുത്ത മനുഷ്യൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മടിയായിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോഴത്തേക്ക് മമ്മിയും പപ്പ ഫുഡൊക്കെ റെഡി ആക്കണം. എനിക്ക് ഇന്നലെ ലേറ്റായിപ്പോയി. പോരാണ്ട് ആ മുറിയിൽ ആ വാതിൽ കിടന്ന് ഇങ്ങനെ എപ്പോഴും തട്ടിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. എന്തോ ഒരു അതിനകത്ത് ലൂസ് കണക്ഷൻ ഉണ്ട്, അതൊന്നും ശരിയാക്കിക്കണം. അത് കാരണം കുറേ പ്രശ്നം നെട്ടി എണീറ്റത് ഞാൻ രാത്രി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കൊക്കെ ഫുഡ് റെഡി ആകുമല്ലോ. അപ്പോൾ നമുക്ക് എണീറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷെയർ ചെയ്യാം. ഇച്ചിരി പോയിട്ട് നമ്മുടെ പ്രസൻസ് ഒന്ന് അറിയിച്ചിട്ട് പോയി കിടന്നു പോകണം. ഓക്കെ, ഇവിടെ ഇല്ലേ നമ്മുടെ പച്ചക്കറികളൊക്കെ പപ്പ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തോരനല്ലേ? കാബേജ് തോരൻ. ഇത് ഓക്കെ, ഒന്നുമല്ല. എന്താ അപ്പ? മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയാണ്. അതിനിവിടെ തേങ്ങ കൊത്താണ്. അവിയല്. ചെരവില്ല. ഓക്കെ. സ്റ്റൂ ഉണ്ട്. ചെരവില്ല. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ഇവിടെ ഒരെണ്ണം ഫിറ്റ് ചെയ്യാന്ന്. അപ്പൊ അമ്മയ്ക്ക് അത് കഴിയില്ല. ഒക്കെ റെഡി ആക്കിട്ട് തന്നെ വിളിക്കോ, ഞാൻ പോയി കിടന്നോളാം. ഓക്കെ, താങ്ക് യു. എത്ര ചെറിയ പച്ചമുളകാ നോക്ക് ഗൈസ് ഞങ്ങളിവിടെ.
ചെറിയ പച്ചമുളകാണ്. കുഞ്ഞു പച്ചമുളക് കാന്താരി മുളക് കിട്ടാ ചോട്ടാ ചെറിയ പച്ചമുളക്. ക്യൂട്ട്. നമുക്ക് മമ്മയും പപ്പയും സംസാരത്തിൽ പറ്റിച്ച് പോയി കിടന്നുറങ്ങാം. എല്ലാം കഴിഞ്ഞു. ഇനി പാവം തന്നെ നീ. अरे मैं भूल गई मैं क्या खाया अभी मैंने कुछ खाया ഞാൻ എന്തോ തിന്നല്ല ആ മാങ്ങ തിന്നു മറന്നു ഞാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ്, ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയി. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കൂല. അല്ല നമ്മൾ എന്തിനാണ് സദ്യ കഴിക്കാൻ പോണേ? അല്ല മറ്റേ റൗണ്ട് അല്ലേ പോണതുണ്ട്. വാഴ കൊണ്ടുവന്നിട്ടുണ്ടാ? പക്ഷെ അത് വാടി പോയില്ലേ? മൈ ഗാഡ് ഗൈസ്, വി ആർ അഗൈൻ റിച്ച്. മനുഷ്യൻ പണക്കാരനാവണത് റിച്ച് ആവണത് പൈസയും കൊണ്ട് മാത്രമല്ല ഗൈസ്. നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ കൺമുമ്പിൽ വരുമ്പോ നമ്മൾ റിച്ച് ആയി മാറും. ഇത്ര മതിയിട്ട് എനിക്ക്. അത് കൂടെ തിന്നോട്ടെ. മമ്മി मैं वैसे भी कम खाती हूँ ना. എന്നിട്ട് കൊണ്ട് കളയരുത്. पापा मैं वैसे भी कम खाती हूँ मम्मी यार इतना सारा खाऊंगी फिर मेरे को भूख नहीं लगेगी. ആ മതി മതി. ഉച്ച കഴിക്കൂല, അതാണ്. മതി മതി. വൈകുന്നേരം മേടിപ്പിച്ചിട്ട് ആ പഴം വെക്കാട്ട് पापा वो इसलिए नहीं ഞാൻ മാറ്റി മറ്റേതല്ലേ നല്ലത്. അല്ലേ? ഒരു പക്ഷേ colour പക്ഷേ മറ്റത് പച്ചയാ, ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട്. ആർക്കൊക്കെ ഉപ്പാവും പഴവും ഇഷ്ടം? ആർക്കാരുടെ പുട്ടും പഴവും ഇഷ്ടം? ആർക്കൊക്കെ ഉപ്പാവും പഴവും ഇഷ്ടം? ഓക്കെ, പല ഐറ്റം എടുത്തേക്ക് കേട്ടാ. നമ്മുടെ എസ്തെറ്റിക് കഴിഞ്ഞ്. ഇന്നലെ ലാലേട്ടൻ വന്ന ദിവസമായിരുന്നു കേട്ടാ, അതുകൊണ്ട് ലൈവായിട്ടുള്ളതായിരുന്നു. അവൻ കുറച്ച് കണ്ടോളൂ, കാരണം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കണം, ബാക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചേ കണ്ടോളൂ. ആൻഡ് നമ്മൾ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 1 മണിക്കൂർ ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്താ കൃഷ്ണന്റെ സിനിമയൊക്കെ കണ്ടായി ഫിംഗോസ് ആണ്. ക്യാ തക്ലീഫ് ഹൈ? ഞാൻ പറയാ കാലത്തെ അതിനകത്ത് തമ്മിത്തല്ല. തമ്മിത്തല്ലും വെള്ളം വെക്കണ്ടത്. ഓ, നമുക്ക് ഇതിന് നല്ല സിനിമ തപ്പാം ഗൈസ്. OTT വല്ലതും വന്നിട്ടുണ്ടാവും. നമുക്ക് ഇത് വെക്കാം, നന്ദനന്ദനം ഭജേ. നമ്മുടെ റിച്വലാണ് ഗൈസ്. ഓണത്തിന് ജാൻമണി കണ്ടാം. അമ്മ എവിടെ നിന്നുണ്ട്? മമ്മി എന്തിനാ യൂട്യൂബിൽ നോക്കണം? പിന്നെ കാണുമ്പോ രസം വരൂല. അതെയാ? ഓക്കെ, ജാൻമണി ഔട്ടായ. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്. അടുത്ത കൊല്ലം ഞാൻ ബിഗ് ബോസിൽ പോകണു. മസ്ത് മജായേഗ. ചെല്ലുമ്പോ അറിയാം മജ. ഫുഡ് പോലും മര്യാദക്ക് കിട്ടൂല. നന്ദനം മൂവി മലയാളം. നന്ദനം മലയാളം മൂവി എന്നായിരുന്നു പറയേണ്ടത്. ഈ മമ്മി ഏതൊക്കെ പറയണോണ്ട പാവത്തിന് മനസ്സിലാവാത്ത. നന്ദനം മലയാളം മൂവി. നന്ദനം മലയാളം മൂവി. നന്ദനം മലയാളം മൂവി. നന്ദനം ഉണ്ടപുരി. നന്ദനം മലയാളം വാഴയ്ക്ക പോണം. നശിപ്പിച്ച TV നശിപ്പിച്ച. അതെന്താ സംഭവം? ദേവി മഹാത്മ്യം മമ്മി നോക്കണത് യൂട്യൂബിലല്ലേ? അപ്പൊ യൂട്യൂബിന്റെ സെർച്ച് വേണം കൊടുക്കാൻ. അത്ര ഒന്നും കഷ്ടപ്പെടാൻ പോവൂലല്ലോ മമ്മി. ഉടനെ ഇതിനകത്ത് അമർത്തി മോട്ടുപത്ലു പറഞ്ഞ പോലെ. നന്ദനമൂമി റൊമാൻറ്റിക് ആയിരുന്നു. റൊമാൻസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ മാറ്റി പിടിച്ചു. മണിച്ചിത്ര താഴെ കാണാൻ പോണേട്ടാ. നന്ദനത്തിന് വേണ്ടി എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ എടുക്കണം പ്രൈമിന്ന്. ഞാൻ അത് ചെയ്യില്ല. നമുക്കിത് കണ്ടാൽ മതി. നമുക്ക് അടിപൊളി, നമ്മുടെ അടിപൊളി സിനിമ മണിച്ചിത്താഴ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എവർ കഴിക്കാൻ. ഞാൻ മറന്നുപോയി. മൈ ഗോഡ്, എനിക്ക് എന്ത് പറ്റിയപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മറവിയാണ്. അല്ലെങ്കിൽ വെട്ടി വിടുന്ന സാധനം വയറാകത്താക്കി വെക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ സ്ലിമ്മാണ്. എന്നാ പിള്ളേരെ കഴിച്ചു. ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ്. രണ്ടേ മുക്കാലിനെ വീണ്ടും എണീറ്റിട്ടാ. എന്നുവെച്ചാൽ ഇപ്പം ജസ്റ്റ് ഒന്ന് ആപ്പ് എടുത്തു. 45 മിനിറ്റ് ഉറങ്ങാതെ വിചാരിച്ചത്. 20 മിനിറ്റും കൊണ്ട് തന്നെ എണീറ്റു. അപ്പോഴത്തേക്കും എപ്പോഴും എന്താ നമുക്കിങ്ങനെ, നമ്മൾ പിള്ളേർ ഉറങ്ങുമ്പോൾ ഈ അച്ഛനമ്മമാർക്ക് സൈലൻസ് എന്ന് പറഞ്ഞ സാധനം ദൂര ടട പെട കുട കിട. എന്നിട്ട് അവർ ഉറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണിച്ച് കുട്ടിയെ ഒന്ന് ശ്വാസം തന്നെ വലിക്കണം. വെരി ചീറ്റിങ്. ഓക്കെ, നമുക്ക് എന്തായാലും എണീക്കാം. അല്ലെങ്കിൽ ഞാൻ കണിച്ചെടുത്ത മോളാണെന്നുള്ളത് ടാഗ് എൻ്റെ തലയ്ക്ക് ഇങ്ങനെ സ്റ്റാമ്പ് അടിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന്
ഫ്രഷ് ഫീൽ ചെയ്തിട്ടാ. കാരണം എനിക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഈസിക്വൾട്ട് എനിക്ക് പല്ല് തേക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം എനിക്കിപ്പോൾ പല്ലെന്തായാലും തേക്കണില്ല, അതിനുള്ള മൂഡിൽ എനിക്കൊന്ന് ജസ്റ്റ് ഈ ഒരു മൗത്ത് വാഷ് ഒന്ന് യൂസ് ചെയ്തേക്കും. അപ്പം എനിക്ക് ഇച്ചിരി ഫ്രഷ് ഫീൽ ആവും, അതുകൊണ്ടാണ്. നമ്മുടെ മുടി നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ജിമ്മിന് പോകണോ വേണ്ടോന്ന് ആലോചിക്കാം. കാരണം ഇന്നലെ എനിക്ക് പോകാൻ പറ്റില്ല, ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി ഓടിയെടുക്കേണ്ടി വന്നില്ലേ, അതുകൊണ്ട്. അപ്പം ഞാൻ ആലോചിക്കാം ഇന്നൊന്ന് ജിമ്മിന് പോയിട്ട് വന്നാലോ. ഇന്നലെ എൻ്റെ ഷോൾഡർ ആൻഡ് ആപ്സ് ആയിരുന്നു, ഷോൾഡർ ആൻഡ് ആപ്സ്. അപ്പം ഇന്ന് ഞാൻ അത് ചെയ്യാൻ വിചാരിക്കണം. ഏതൊരു റീലിൽ കണ്ടിരുന്നു, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മുടെ ഈ ഞരമ്പിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിയുടെ അകത്ത് പോകുന്നൊക്കെ കേട്ടോണ്ട് എന്തായാലും മേടിച്ചില്ല, അതുകൊണ്ട് തീർക്കാനായിട്ട്. അപ്പം ഞാൻ ആലോചിക്കാൻ നാച്ചുറലായിട്ടുള്ള വല്ല DIY മൗത്ത് വാഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുപോയില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുന്നതിനൊരു സീനും ഇല്ല, നമുക്ക് എന്താ പറയുക എടുത്ത് യൂസ് ചെയ്യാം. ആൻഡ് അങ്ങനെ ഞാൻ വിചാരിച്ചേക്കണത് കേട്ടോ. സോ യെസ്, അപ്പം ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യല്ല, യൂസ് ചെയ്ത് എങ്ങനെയും തീർക്കണം. കാരണം നമ്മൾ കാശ് ചിലവാക്കിയത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. സദ്യ റെഡിയാക്കിയോ? കുന്ത മനുഷ്യനൊന്നും ഉറങ്ങാനായിട്ട് കിടന്നതാ, അപ്പോഴത്തേക്കും ഫോണിൽ പാറൂന്ന് ഞാൻ മേഘൂന്ന് കേട്ട് വേഗം നെട്ടി എണീറ്റ് കൊറിയർ വല്ലതും വന്നാ. അത് കഴിഞ്ഞിട്ട് സദ്യ അയച്ചാ. അപ്പൊ മനസ്സിലായി എന്നെ ഉദ്ദേശിച്ചല്ലാന്ന്, പാറുവിനെ മാത്രം ഉദ്ദേശിച്ചാന്ന്. ഗൈസ് ലുക്ക്, ഓ മൈ ഗॉड पापा क्या है सेमे पायसम? अच्छा अच्छा वाओ कितना सुंदर दिखने में, नजर ना लगे तू तू तू. നമ്മുടെ പപ്പടമാണോ അപ്പൊ ഇത്? അരിയുടെ ആണോ? ഉറദാലും അരി ഉറദാലുണ്ട്, അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. ആ സാബുദാന അല്ല, ഇത് തേങ്ങാപ്പാലാണോ? തേങ്ങാപ്പാൽ മാത്രമാണ് ഇത്. मेरे को थोड़ा दे देना ठीक है, हेयर मास्क के लिए. हेयर मास्क हाँ, വെളക്കത്തിൽ എവിടെ ഒഴിക്കും? എന്തിട്ടുണ്ട്? നൈ. ഓ മൈ ഗോഡ് ഗൈസ്, ഇറിറ്റേഷൻ മോഡ് തുടങ്ങിയിട്ടുണ്ട് മമ്മിയുടെ. ഇതെന്തായാലും ക്യാപ്ചർ ചെയ്യും. ഗൈസ് ഇവിടെ മണിച്ചിത്രത്താഴ ആ സമയം നോക്കി കഴിഞ്ഞു ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി എണീറ്റേനാണ്. ഒച്ചമ്പഹളം കേൾക്കുന്നുണ്ടോ ഗൈസ്? പുറത്ത് ഭീംറാവ് അംബേദ്കറിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ വെച്ചേക്കണുണ്ടാ, ഭയങ്കര പാട്ട്. അപ്പൊ നാട്ടിൽ നിന്ന് ഇലയൊക്കെ കേട്ട ഗൈസ് വന്ന്. അപ്പൊ വിഘ്നേശ്വരന് വേണ്ടിയിട്ടുള്ള ഇല നമ്മൾ വെക്കാണ്ട. ഫാൻ എവിടെയാ? സ്റ്റാർട്ടിംഗ് പ്രോസസ് സ്റ്റാർട്ടറാണിത്. ബോൺ അപ്പറ്റീറ്റ്. മമ്മി എന്തെന്നാ ഇനി കഴിക്കണേ? ഞാനത് തന്നെ. ഞാൻ മമ്മിയും പപ്പയും പോയല്ലേ, ഞാൻ നിങ്ങൾക്ക് ആദ്യം തരും എന്നിട്ട് കഴിക്കും. എങ്ങനെയുണ്ട് കുത്തിത്തിരിപ്പ്? വേറൊന്നും വേണ്ടേ? ഓക്കെ ഗൈസ് ലെറ്റ്സ്. ഇവിടെ ഭഗവാന്റെ പ്രസാദം ഉണ്ട്. ലൈനിൽ നിൽക്കൂ. ആരാൻസറിനൊക്കെ കാണിക്കണേ? തോരൻ, കുറച്ച് അച്ചാർ, മാമ്പഴ. ഗൈസ് ഇതാ കഴിച്ചു. ഹാപ്പി വിഷു പിള്ളേരെ. ഞാൻ വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ്. എന്നെ എന്ത് വേണം, എന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും. എനിക്ക് ഭയങ്കര ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഉറക്കം നമുക്ക് ഞാൻ വന്നോണ്ടിരിക്കുമ്പോ ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈ ഗോഡ്, നല്ല കാറ്റാണ് അമ്മേ, ഒരു തടസ്സമില്ലല്ലേ ഗൈസ്. ഫൈനലി ഇവിടെ നമുക്ക് ഗ്രില്ല് വന്നു കേട്ടാ. ലുക്ക്, ഈ വർക്ക് ഏരിയയിൽ ഗ്രില്ല് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കണ്ടോ? അത്രയും നമ്മൾ നീട്ടിയെടുത്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇനി ഇവിടെ നിരത്താൻ പറ്റും. ഇവിടെ ഇനി ഇങ്ങനെ എന്തിനാ അമ്മ ഇത് ഇവിടെ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വിളക്കെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടാ. അപ്പൊ ഇനി നമ്മളിവിടെ ഒരു ഷീറ്റ് ബാക്കിയാ വെക്കാം. അപ്പൊ വൈറ്റ് കളറിന് തന്നെ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കാറ്റ് വരില്ല എന്നുള്ളത്. ബട്ട് താങ്ക്ഫുള്ളി ഇവിടെ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. സൂപ്പറാണല്ലേ? വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയണില്ല, ഭയങ്കര അടവ് തോന്നണില്ല. അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക്
സോഫിസ്റ്റിക്കേറ്റഡ് സഫോക്കേഷൻ തോന്നുന്നുള്ളത്. ബട്ട് നോ, നമ്മൾ സ്വാതന്ത്ര്യത്തിലാണ്. കാട്ടിൽ നമ്മൾ പറന്നു പോകണം. സോംബി ആവാനല്ല പറഞ്ഞേ. ഇത്തവണ ഒരു വിഷു ലുക്ക് പോലും ഷൂട്ട് ചെയ്തിട്ടില്ല. കേരള സമയം കിട്ടിയില്ല. ഞാൻ നല്ല തിരക്കിലായിരുന്നു ടു ബി ഓണസ്റ്റ്. ആൻഡ് വേറെ ഒരു കാരണം പറയാൻ കിട്ടിയില്ല. ഓക്കെ, അപ്പം എന്താ സംഭവം, ഇന്ന് ഞാൻ വിഷു ലുക്ക് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, പോസ്റ്റും ചെയ്യണില്ല. കാരണം ഇന്നത്തെ മുഴുവൻ ദിവസം പോയി, ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാനിലേക്ക് എന്തായാലും എൻ്റെ ദ്വാരക്കയുടെ 2 ഷോർട്ട് വീഡിയോ പെൻഡിങ് ആണ്. അപ്പോൾ അത് വേഗം എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ചീത്ത വിളിച്ചൊന്ന് രക്ഷപ്പെടാമെന്ന്. സോ യെസ്, അപ്പോൾ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ചൂടെടുക്കാണ്ട് കുറച്ച് നേരം AC ഇടാം. ഇവിടെ ഒരു രക്ഷയില്ല ഗൈസ്. ഏപ്രിലിൽ പകുതി ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇതാവസ്ഥ എന്തായിരിക്കും മെയ്യും ജൂണും എനിക്ക് അറിഞ്ഞൂടാ. പൊടിക്ക് മഴ പെയ്തുട്ട്, അത് കാരണം കുറച്ച് ആശ്വാസം. എൻ്റെ മുഖം നോക്കിയിരിക്കണം. ബൈ ദ ബൈ, ഹൗ ഈസ് ദിസ് ലുക്കിംഗ്? ഞാൻ ഫുൾ എന്താ പറയുക, കുറച്ച് ഇങ്ങനെ സെയിം ആയിട്ടുള്ള കളേഴ്സിൻ്റെ ബാഗൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടാ. ആൻഡ് ഇറ്റ് ലുക്സ് കുഴപ്പമില്ലാത്ത എസ്തെറ്റിക്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഗൈസ്. സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. AC കാറ്റ് വന്നേ, AC കാറ്റ് വന്നേ. എൻ്റെ ഇച്ചിരി ഭ്രാന്ത് വേറെയാണ് കേട്ടോ. AC കാറ്റ് കുറച്ച് വരും, എനിക്ക് പിടിക്കാണ്ടാവും, 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. പിന്നെ ഒരു 10 മിനിറ്റ് എനിക്ക് വീണ്ടും വേണം. അതുപോലത്തെ ഒരു ഭ്രാന്തിയായി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എടുത്ത് ഞാൻ എന്തോ ഒരു കുറ്റബോധം വന്നു എനിക്ക് ഇവിടെ. ഡിന്നർ ടൈം. ആൻഡ് നമ്മുടെ ഇവിടെ ലെഫ്റ്റ് ഓവർ സദ്യ ഈസ് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം ഇനി. ഇല്ല കേട്ടാ, ടേസ്റ്റോടെ ഞങ്ങൾ കഴിക്കണം. ബോൺ അപ്പറ്റീറ്റ്. ഓക്കെ, എനിക്ക് ഇവിടെ ഉണ്ട് ഇച്ചിരി ചോറ്, ഇസ്റ്റു ആൻഡ് തോരൻ. ഇതാണ് നമ്മുടെ കോംബോ. മമ്മിയുടെ കോംബോയിലുള്ളതാണ് ഇസ്റ്റും അവിലും. പപ്പയുടെ കോംബോയിലുള്ളതാണ് മാമ്പഴ പുളിശ്ശേരിയും ചോറും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ ഗൈസ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. നമ്മൾ വിഷുവിൻ്റെ തലേദിവസമല്ലേ തുടങ്ങിയത് വ്ളോഗ്. ഇത് വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ്. ആൻഡ് ഇപ്പം സമയമായി തോന്നുന്നത് 1 മിനിറ്റ്. ഇതെന്ത് ഫോണാണ്? ഓക്കെ, ഇപ്പം സമയമായി തോന്നുന്നത് 9:48 രാവിലെ. അപ്പം ഞാൻ കാലത്ത് കുറച്ച് ലേറ്റ് ആണ് എണീറ്റത്. കാരണം രാത്രി ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ലേറ്റാണ് ഉറങ്ങിയിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പം എണീറ്റ് ബോഡി വാഷ് ഒക്കെ ചെയ്തു, സ്കിൻ കെയർ ചെയ്തു, ഹെയർ കെയർ ചെയ്തു, ആൻഡ് ഭഗവത്ഗീതയും വായിച്ച് നമുക്ക് ചൊല്ലി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് അവിലുപ്മാ. ഗരം കറലു ഗരം करके ഇതും കൂടെ യോ 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 യോ. അവിടുന്ന് പൊന്നാനി. നാട്ടില് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഗൈസ്. ഡു യു നോ ദാറ്റ്? അവിടെ നിന്ന് എത്ര? 150 പവനാ? 350? ഇത്രയൊക്കെ പവനുണ്ടോ? കോൺ ഹേവോ കള്ളൻ. എനിക്ക് കൂട്ട് പിടിക്കണം. ഭഗവാന്റെ അവിടെ വെക്കണ ചെറിയ ലോട്ട. സൂപ്പർ യമ്മി, സൂപ്പർ ടേസ്റ്റി. കുറച്ച് മതി, കാരണം ഞാൻ ഡയറ്റിങ്ങിലാണ് ഗൈസ്. കുറച്ചും കൂടെ മതി. വേഗ മതി. പുളി, എരിവ്, മധുരം, ഉപ്പ് അങ്ങനെ ഇഷ്ടമാണ്. അപ്പം ലേശം നമുക്ക് ഇതിലേക്ക് ഇത്തരം കണ്ട ജാഗ്രി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വളരെ ഓപ്ഷണൽ. ഹിയർ ഈസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ്സ് എൻജോയ്. ടേസ്റ്റി. ഉണ്ട്, നമുക്ക് ചൂടുവെള്ളം ഇവിടെ ഉണ്ട്, നമുക്കത് കുടിച്ചാൽ മതി. ചായ പുറത്തുണ്ട്, പക്ഷെ അത് ഞാൻ കുടിക്കില്ല. കാരണം എനിക്ക് ശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ശീലമായി പോകും. അതാണ് എൻ്റെ കാര്യം. ഞാൻ ഭയങ്കര അഡിക്റ്റീവ്, പെട്ടെന്നൊരു കാര്യത്തിൽ അഡിക്ഷൻ പിടിക്കുന്ന ഒരാളാണ്. അപ്പം അത് കാരണം എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ നിയന്ത്രിക്കണം എന്നാണ് ഭഗവത്ഗീത പറഞ്ഞേക്കണം. അപ്പം ഞാനത് പാലിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ കൂടി ജിമ്മിൽ പോട്ടെ. മോർ ദാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, ജസ്റ്റ് ടൈം പാസ്. ഞാൻ ഇനി എന്താ പറയുക, ഒരു സീരിയലിൽ എനിക്ക് അഡിക്ഷൻ വേണ്ട. അതാണ് ഞാൻ, എനിക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള അത്ര. അതിലും നമുക്ക് നമ്മുടെ ബ്ലോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് സമയത്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ TV ഇവിടെ വെച്ചിട്ടാ മതിലുമ മുകളിലത്തെ 2 ഷെൽഫും കൂടെ ഫിക്സ് ആക്കിയിട്ട്. അതെന്താ പറയുക, ആ സ്വിച്ച് ബോർഡ് എനിക്ക് എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ഷെൽഫ് മേടിച്ചത് തന്നെ. ആൻഡ് നമ്മുടെ ടേബിൾ ഇവിടെ ഖാലി ആക്കണം ഒന്നും കൂടെ. ആൻഡ് ഇവിടെ ഉണ്ട് നമ്മുടെ ഏഷ്ണി ഓട്ട. നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ആ പഴം എടുത്ത് കഴിക്കാൻ ഇരിക്കാം. ഞാൻ ലഞ്ച് എന്തായാലും എനിക്ക് മനസ്സില്ല കഴിക്കാൻ. നമുക്കൊരു പഴം എടുത്ത് മെഴുകാം. ഓക്കെ പിള്ളേരെ, അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാ. ആൻഡ് ഇവിടെ നമ്മുടെ
ഡിന്നറായിട്ട് ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും ഓൾറെഡി അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു രണ്ടാളും. ഇന്ന് ഭയങ്കര ക്ഷീണം പെട്ട ദിവസമായിരുന്നു. ഓക്കെ, ഇവിടെ ഏറ്റവും ആദ്യം നമുക്കുള്ളതാണ് ആംറസ് മാങ്ങ ജ്യൂസ്. ഇവിടെ ഉള്ളത് നമുക്ക് പൂരിയാണ്, ഇവിടെ ഉള്ളത് നമുക്ക് കടല. നമ്മൾ കഴിക്കും ആംറസ് പൂരി ആംറസ് ഗൈസ്. ഈ കോമ്പിനേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലൊന്നും നേടിയിട്ടില്ല ഇതുവരെ. ഓക്കെ, നമുക്കത് സെർച്ച് ചെയ്യാം. കൈയൊക്കെ കഴുകി ഫ്രഷ് ഡയറക്റ്റ്. ഒരാൾക്ക് ആംറസ് കണ്ടിട്ട് ചോരനോട് മീച്ചില്ല. പാവോ, അയ്യോ പാവോ. തട്ടിപ്പ് ഇതിപ്പോ വിഴുകണം വേഗം. തട്ടിപ്പാണ്. അതുകൊണ്ടാ തന്നല്ലേ. എന്തുണ്ടല്ലെങ്കിൽ ബാക്കി അമ്മ ഉച്ച ചോറ് എന്തു സാധാ മോൾക്ക് കൈ കെട്ടിയിരിക്കുക. ബാക്കി ക്യാമറ ഓഫ് ചെയ്തിട്ട് തന്നോളാം കേട്ടോ, നിങ്ങളറിയാണ്ട്. കടല വേണ്ട, ക്യാമറക്ക് കടല വേണ്ട. കഴിച്ചേ പറ്റോ, കഴിക്കേ. ക്യാമറക്കല്ല എനിക്ക്, ഈ ക്യാമറയ്ക്കും വേണ്ടേ. അടിപൊളി കള്ളം ഗൈസ്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആംറസ് പൂരി തരാം. എങ്ങനെയാത്ത് രക്ഷയില്ല ഗൈസ്. നൗ ഡോണ്ട് ഡിസ്റ്റർബ്, ലെറ്റ് മീ എൻജോയ്.